ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ ഈ വീട്ടിൽ മരുമകളായിട്ട് വന്നത് മുതൽ എനിക്കൊരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ കാരണം ഈ വീട്ടിൽ നിങ്ങൾ ആരും തമ്മിൽ യുദ്ധം ഉണ്ടാവരുതെന്ന്. സഹോദരങ്ങൾ തമ്മിൽ പിണങ്ങരുത്. അച്ഛനും മക്കളും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവരുത്. അയാൾ ഇതിനൊക്കെ കാരണം ആ ജോത്സ്യൻ. അതൊക്കെ സച്ചേട്ടൻ നോയിക്കോളും. അച്ചു ചേച്ചി ഇപ്പൊ വിശ്രമിക്കും. വെറുതെ ടെൻഷൻ അടിച്ച് ഉള്ള മനസമാധാനം കളയണ്ട. അതെങ്ങനെയാ? എല്ലാവരുടെയും മനസമാധാനം കളയാൻ ഓരോന്നിന്റെ വേഷം കിട്ടിച്ച് കെട്ടി എണ്ണലിച്ച് കൊണ്ടുവന്നിരിക്കല്ലേ? ഒരു ജോത്സ്യം വന്നേക്കുന്നു. ഇതല്ലാതെ മറ്റൊരു പരിഹാരവും പറയാൻ എനിക്കില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏത് ജ്യോത്സ്യനെ കൊണ്ട് വേണമെങ്കിലും നോക്കിക്കാം. പക്ഷേ ആരെ കാണിച്ചാലും ഇതിനപ്പുറം ഒരു പരിഹാരം പറയാൻ ആരെ കൊണ്ടും കഴിയില്ല. കാരണം ഇതിന് വേറെ പരിഹാരമില്ല. എല്ലാത്തിനും പരിഹാരം ഞാൻ ഉണ്ടാക്കി തരാം. ജ്യോതിഷം സത്യമാണ്, അത് തെറ്റില്ല. എണീരടാ, എഴുന്നേക്കാനല്ലോ പറഞ്ഞത്. എന്നെ ഒന്നും ചെയ്യരുത്. രാശിപ്പലകയിൽ കണ്ടത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. തന്റെ രാശിപ്പലകയില് കാണാത്തത് കൂടി ഞാൻ ഇപ്പൊ കാണിച്ചു തരണോ? ഒരു വീട്ടിൽ കയറിവെന്ന് കള്ളത്തരം പറയുന്നടോ. സച്ചി, നീ എന്താ ഈ കാണിക്കുന്നത്? അയാളെ വിട്, ഒന്നും ചെയ്യല്ലേ. എന്നെ ഒന്നും ചെയ്യല്ലേ, ഞാൻ പറഞ്ഞത് കള്ളമല്ല. ഇവനെ പോലുള്ള തട്ടിപ്പുകാരെയൊന്നും വീടിനകത്ത് കയറ്റാൻ കൊള്ളില്ല. ഈ നാട്ടിലെ കുടുംബങ്ങളെ മുഴുവൻ തമ്മിൽ തല്ലിച്ച് നശിപ്പിക്കുന്നത് ഇവന്മാരെ പോലുള്ളവരാ. പറയടാ, എന്റെ കുഞ്ഞിന് ജാതകദോഷം ഉണ്ടെന്ന് കള്ളം പറയാൻ ആരുടെ അച്ചാരം വാങ്ങിച്ചോണ്ടാണോ ഇങ്ങോട്ട് കയറി വന്നേ? പറയണോ, സത്യം പറയണോ, അല്ലെങ്കിൽ തന്നെ ഒന്ന് തല്ലി കൊല്ലും. പറയാൻ. ജനിക്കാത്ത കുഞ്ഞിന് എവിടുന്നാടാ ജാതകം? പിന്നെ എങ്ങനെയാടാ അതിനകത്ത് ദോഷം വരുന്നത്? നീ എന്റെ കുടുംബം കറക്കാൻ ഇറങ്ങിയതാ അല്ലടാ? ഇവനെ വിടരുത്. ഇപ്പൊ തന്നെ ഇവനെ പോലീസ് ഏൽപ്പിക്കണം. അയ്യോ, എന്നെ ഒന്നും ചെയ്യരുതേ. എന്റെ രാശികളെല്ലാം ശരിയാ. നിന്റെ രാശിയെ ഞാൻ പറഞ്ഞാലടാ. നിന്റെ രാഹുവും കേതുവേ ഇപ്പൊ എന്റെ കയ്യിലാ. സത്യം പറയുക, സത്യം മാത്രം പറയുക. അതേ ഇതിന് പരിഹാരമുള്ളൂ. എന്റെ കുഞ്ഞിന് ജാതകദോഷം ഉണ്ടെന്ന് പറയാൻ നിന്നെ ആരാടാ ഏൽപ്പിച്ചത്? പറയണോ? സച്ചി, അയാൾ എന്ത് പഴിച്ചു? സത്യം പറഞ്ഞാലാണ് അയാൾ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്. ഇവനെ കൊണ്ട് സത്യം പറയിപ്പിക്കാനുള്ള ജ്യോതിഷ വിദ്യയൊക്കെ എനിക്കറിയാം. പറയടാ സത്യം. കള്ള റാസ്കലേ, നീ എന്ത് വിചാരിച്ചു? എടാ, എന്റെ കുടുംബം കലക്കി തമ്മിലടിപ്പിച്ചിട്ട് നിനക്ക് ഇവിടുന്ന് ഈസി ആയിട്ട് ഇറങ്ങി പോവാന്നോ? എടാ സച്ചി, എടോ അച്ഛൻ ഈ ഭ്രാന്ത് കണ്ട് മിണ്ടാതെ നിൽക്കുകയാണോ? ഇനി ഇയാളെ കൊന്ന കുറ്റത്തിന് കൂടി ജയിലിൽ പോകേണ്ടി വരും. സച്ചി, അയാളെ വിട്. സത്യം പറ. സച്ചി, പറയാ പറഞ്ഞേ. മാറ്. ജോത്സ്യർ വയ്ക്കോ. കൊണ്ടുപോളോ. ഭ്രാന്ത് കാണിക്കുന്നതിന് ഒരു അതിര് വേണം. അയാൾ എന്ത് തെറ്റ് ചെയ്തു? അയാൾ എന്ത് തെറ്റ് ചെയ്തെന്നോ? കള്ളനവൻ, പെരുങ്കള്ളൻ. ഈ വീടിന്റെ ദോഷങ്ങൾ മാറ്റാനുള്ള പരിഹാരം ചെയ്യാനാ അയാൾ വന്നത്. അയാളെയാ നീ തല്ലി ഓടിച്ചത്. എല്ലാം ഇനി നിങ്ങളുടെ ഇഷ്ടം പോലെ നടക്കട്ടെ.
ഇനി എന്ത് സംഭവിച്ചാലും അതിനൊക്കെ ഉത്തരവാദി നീ മാത്രമായിരിക്കും. എല്ലാം ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ ദോഷമാണ്. കുടുംബം, മുടിയും, അതിനൊരു സംശയവും വേണ്ട. ഇതിന് പരിഹാരം ഒന്നേ ഉള്ളൂ. ഈ കുഞ്ഞ് ജനിക്കുന്നതുവരെ കുഞ്ഞിന്റെ അച്ഛനും അമ്മയും വേർപിരിഞ്ഞ് താമസിക്കണം. അച്ഛനെ തല്ലുകൊണ്ടാലും വേണ്ടില്ല, ഇങ്ങനൊരു അന്ധവിശ്വാസം ഈ വീട്ടിൽ വെച്ച് വെറുപ്പിക്കാൻ പറ്റില്ല. ഒരു കള്ള ജോത്സ്യം വന്നിരിക്കുന്നു. എത്ര കുടുംബങ്ങളെ അയാൾ ഇതുപോലെ തമ്മിലടുപ്പിച്ച് കാണും. ഇതിന്റെ പേരിൽ ഇനി ഇവിടെ എന്തുണ്ടായാലും വേണ്ടില്ല. ഇനി നമ്മുടെ കുഞ്ഞിന്റെ കാര്യത്തിൽ എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിക്കും. സച്ചേട്ടാ, രക്തം വീഴാത്തൊരു യുദ്ധവും ലോകത്തൊരിടത്തും നടന്നിട്ടില്ല. അത് രാജ്യങ്ങൾ തമ്മിലാണെങ്കിലും, ജാതികൾ തമ്മിലാണെങ്കിലും, കുടുംബങ്ങൾ തമ്മിലാണെങ്കിലും, ഇനി കുടുംബത്തിനകത്തുണ്ടാവുന്ന ബന്ധങ്ങൾ തമ്മിലാണെങ്കിലും. ഞാൻ ഈ വീട്ടിൽ മരുമകളായിട്ട് വന്നത് മുതൽ എനിക്കൊരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ കാരണം ഈ വീട്ടിൽ നിങ്ങൾ ആരും തമ്മിൽ യുദ്ധം ഉണ്ടാവരുതെന്ന്. സഹോദരങ്ങൾ തമ്മിൽ പിണങ്ങരുത്. അച്ഛനും മക്കളും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവരുത്. പക്ഷെ ഇന്ന് അച്ഛൻ സച്ചേട്ടനെ തല്ലി. എന്റെ ഭർത്താവിന് നേരെ ആരെങ്കിലും കൈ ഉയർത്തുന്നതും അപമാനിക്കുന്നതും എനിക്ക് സഹിക്കാൻ കഴിയാത്ത കാര്യം. അത് സ്വന്തം അച്ഛനായാൽ പോലും. സച്ചേട്ടൻ ഇന്ന് അച്ഛന് നേരെ ശബ്ദം ഉയർത്തി സംസാരിച്ചു. എന്താ കാരണം?